76-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യമാണ് സങ്കീർത്തന പ്രബോധനത്തിന് ആധാരമായി വായിക്കുന്നത്. 76-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ശാശ്വത പർവ്വതങ്ങളെക്കായി ദൈവമേ നീ തേജസ്സും മഹിമയും ഉള്ളവനാണ്. പ്രൈസ് ദി ലോർഡ്. ആസാഫിന്റെ സങ്കീർത്തനമാണ് 76-ാം സങ്കീർത്തനം. പെട്ടെന്ന് വായിക്കുമ്പോൾ ഹൃദയസ്പർശിയായിരിക്കുന്ന, നമ്മൾ സാധാരണ നിലയിൽ വായിച്ച് ധ്യാനിക്കുന്ന വാക്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുകയില്ല. ഗ്രൂപ്പായിട്ട് വായിക്കുമ്പോൾ തന്നെ വളരെ ശ്രദ്ധിച്ച് വായിച്ചില്ലെങ്കിൽ നമുക്ക് വായനയെ കൂടെ കൊണ്ടുപോകാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ 103-ാം സങ്കീർത്തനം പോലെയോ 34-ാം സങ്കീർത്തനം പോലെയോ അങ്ങനെ ഹൃദയസ്പർശിയായ പെട്ടെന്ന് മനുഷ്യന് മനസ്സിലാകുന്ന വാക്കുകൾ കൂടുതലായിട്ടൊന്നും ഇവിടെ കാണാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് ധ്യാനിച്ച് പഠിക്കുമ്പോഴാണ് മറ്റെല്ലാ സങ്കീർത്തനം പോലെ തന്നെ ദൈവത്തിന്റെ ശ്രേഷ്ഠത 76-ാം സങ്കീർത്തനത്തിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആസാവ് പർവ്വതങ്ങളെ കുറിച്ച് ഒരു അവലോകനം നടത്തി. എന്നിട്ട് ദൈവവും പർവ്വതത്തെയും തമ്മിൽ താരതമ്യം ചെയ്തിട്ട് താൻ ഒരു തീരുമാനത്തിലെത്തി. ശാശ്വതമായി നിലനിൽക്കുന്ന പർവ്വതങ്ങളല്ല മനോഹരമായിട്ടുള്ളത്, എന്റെ ദൈവമാണ് മനോഹരമായിട്ടുള്ളത്. ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം വരെ ധാരാളം പർവ്വതങ്ങളെ കുറിച്ച് നമുക്കറിയാം. നോഹയുടെ കാലത്തുണ്ടായ ജലപ്രളയം, ആ ജലപ്രളയത്തെ തുടർന്ന് പെട്ടകമുറച്ച അരാരാത്ത് പർവ്വതം മുതൽ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പുതിയ യെരൂശലേമിനെ കാണിച്ചു കൊടുക്കുന്ന, പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ മനോഹരമായ ദൃശ്യം യോഹന്നാനെ കാണിച്ചു കൊടുക്കുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? പേര് പ്രസ്താവിക്കാത്ത ഉയർന്ന ഒരു വൻമലയിൽ വെച്ചാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഉൽപ്പത്തിയിൽ പർവ്വതങ്ങളെ കുറിച്ചുള്ള ഒരു വിവരണം ആരംഭിച്ചിട്ട് വെളിപ്പാടിലും പർവ്വതങ്ങളെ കുറിച്ചാണ് പറഞ്ഞു തരുന്നത്. ഇനി നമ്മുടെ കർത്താവിന്റെ കാലയളവിലും പർവ്വതവുമായി ബന്ധപ്പെട്ട ഒത്തിരി പ്രത്യേകതകൾ കാണാൻ കഴിയുന്നുണ്ട്. യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പിശാച് കൊണ്ടുപോയതിൽ ഒരു ഭാഗം ഉയർന്ന ഒരു പർവ്വതത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി നമ്മുടെ കർത്താവായ യേശുക്രിസ്തു യാഗമായി തീർന്നത് ഒരു പർവ്വതവുമായി ബന്ധപ്പെട്ടാണ്. മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ചരിത്ര പ്രസിദ്ധമായിരിക്കുന്ന പ്രഭാഷണങ്ങളെ കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പഠിക്കുമ്പോൾ പർവ്വത പ്രസംഗങ്ങൾ, മലമേൽ കയറി നിന്ന് യേശു പ്രസംഗിച്ചത്, അതെല്ലാം നമ്മൾ വായിക്കുമ്പോൾ പർവ്വതങ്ങളുടെ പ്രത്യേകത അവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പഴയ തിരുവെഴുത്തുകളിലും പുതിയ തിരുവെഴുത്തുകളിലും എല്ലാം ഒരുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് പർവ്വതങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല വിവരണം. പഴയ ഇസ്രായേലിന്റെ കാഴ്ചപ്പാടനുസരിച്ച് പർവ്വതം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യമുള്ള ഒരു ഇടമായിട്ടാണ് അവർ കാണുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ഉത്തരഗിരിയായ സിയോൻ പർവ്വതം ഉയരം കണ്ട മനോഹരവും സർവഭൂമിയുടെയും ആനന്ദമാണ്. അതിന്റെ അരമനകളിൽ ദൈവം ഒരു ദുർഗമായി വെളിപ്പെട്ട് വന്നിരിക്കുകയാണ്. ബാശാൻ പർവ്വതത്തെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന്റെ സ്തോത്രം. അതുപോലെ തന്നെ ഉത്തമഗീതം വായിക്കുമ്പോൾ ലബാനോൻ പർവ്വത നിരകളെ കുറിച്ചുള്ള ഒരു വിശദീകരണം കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർമ്മേൽ പർവ്വതത്തെ കുറിച്ച് കാണാനായിട്ട് കഴിയുന്നുണ്ട്. വിശുദ്ധ ബൈബിളിൽ പേര് പറഞ്ഞതും പറയാത്തതുമായ 100 കണക്കിന് പർവ്വതങ്ങളെ കുറിച്ചുള്ള ഒരു നല്ല വിശദീകരണം, ഒരു നല്ല വിവരണം കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നു, പഴയ തിരുവെഴുത്തുകളിൽ ഒട്ടുമിക്ക പർവ്വതങ്ങളെ കുറിച്ചുമുള്ള ഒരു നല്ല കാഴ്ചപ്പാട് ആസാവിന്റെ ഹൃദയത്തിലേക്ക് വന്നിട്ട് ആസാവ് പറയുകയാണ്, ഈ പർവ്വതങ്ങളെല്ലാം ശാശ്വത പർവ്വതങ്ങൾ തന്നെയാണ്. എല്ലാം ശാശ്വത പർവ്വതങ്ങളാണ്. എല്ലാം മനോഹരമേറിയ പർവ്വതങ്ങളാണ്. എല്ലാം കണ്ണിന് ഇമ്പകരമായ പർവ്വതങ്ങളാണ്. ആളുകൾക്ക് കുളിർമയും എല്ലാം ആശ്വാസവും പ്രദാനം ചെയ്യുന്ന പർവ്വതങ്ങളാണ്. ആ പർവ്വതങ്ങളുമായി ബന്ധപ്പെട്ട് ഒത്തിരി ചിന്തകളും ഒത്തിരി ധ്യാനങ്ങളും കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പക്ഷേ ആസാവിന് ഒരു കാര്യം മനസ്സിലായി, എന്റെ ദൈവവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇന്ന് ഭൂമിയിൽ കാണുന്ന ഒരു പർവ്വതവും അല്ല വലുത്, എന്റെ ദൈവം തന്നെയാണ് വലുത്. ഇന്ന് പകൽ ആരാധനാലയത്തിൽ പരിശുദ്ധാത്മാവിൽ സന്ദേശം കൈമാറുമ്പോൾ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ ദൈവമക്കളും ഓർക്കുക, ലോകത്തിലെ ഏറ്റവും മനോഹരമെന്ന് പറയാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന കർത്താവ് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. 10,000-ങ്ങളിൽ ശ്രേഷ്ഠനായിരിക്കുന്ന കർത്താവ്, യോഗ്യനായിരിക്കുന്ന കർത്താവ്,
ഉന്നതനായിരിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ, ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്ന കർത്താവ്, ഇന്ന് മുതൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ശ്രേഷ്ഠത ഉൾക്കൊള്ളുന്ന എല്ലാ ദൈവമക്കൾക്കും അവരുടെ ഉള്ളിലേക്ക് ആഴമായ ചിന്ത വരുവാനിടയായി തീരണം. സ്തോത്രം. എനിക്ക് വലുതെന്ന്, ശ്രേഷ്ഠമെന്ന്, മനോഹരമെന്ന് പറയാനായിട്ട് കഴിയുന്നത് എന്റെ ദൈവം മാത്രമേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ നമ്മൾ ചെല്ലുന്നതും ദൈവത്തിന്റെ അടുക്കലേക്ക് തന്നെയാണ്. സ്തോത്രം. പർവ്വതത്തെ കുറിച്ച് തന്നെ പൊതുവീക്ഷണത്തിൽ എടുക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. അത് പൊക്കമുള്ളതാണ്. പക്ഷെ ദൈവത്തിന്റെ വലുപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ആകാശത്തിലും ഭൂമിയിലും ദൈവം ഒതുങ്ങുന്നവനല്ല. ശലോമോൻ പണിത ആലയത്തിന്റെ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷയിൽ ശലോമോൻ പ്രാർത്ഥിക്കുന്ന പല പ്രാർത്ഥനാ വാചകങ്ങളുള്ളതിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ദൈവമേ, നീ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും ഒതുങ്ങുന്നവനല്ല, പിന്നെയാണോ ഞാൻ പണിത ഈ ആലയത്തിൽ. അപ്പൊ ദൈവത്തിന്റെ വലിപ്പം അളന്ന് തിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. ലോകത്തിലെ വലുതും ചെറുതുമായിരിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളിലെയും പർവ്വതത്തിന് അതിനൊരു അളവുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വലിപ്പം ആർക്കും നിശ്ചയിക്കാനായിട്ട് കഴിയുകയില്ല. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ പർവ്വതത്തെ കുറിച്ചുള്ള ഏതെല്ലാം പഠനം ചിന്താഗതികൾ വന്നാലും, എത്ര തിരിച്ചും മറിച്ചും അതിന് സവിശേഷതകൾ അക്കമിട്ട് വിവരിച്ചാലും അതിന് മുകളിലെല്ലാം ഒറ്റ വാക്കിൽ പറയാൻ കഴിയും: പർവ്വതമേ, നീയല്ല വലുത്, എന്റെ ദൈവമാണ് വലുത്. സഹോദരം 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 അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങളാണോ അതിന്റെ ദൈവത്തിന്റെ വലിപ്പം ആത്മാവിൽ കണ്ടുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. ആസാഫിനെ പോലെ ഇന്നത്തെ ആരാധനയിൽ നമ്മുടെ ഹൃദയം ഏകാഗ്രമാക്കി നമുക്ക് പറയാനായിട്ട് കഴിയണം: ഭൂമിയിൽ ഒന്നും ശാശ്വതമല്ല, എന്റെ ദൈവം മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. എന്റെ ദൈവത്തിന്റെ തേജസ് മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. എന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠത മാത്രമേ ശാശ്വതമായിട്ടുള്ളൂ. എന്നെ ഞാനാക്കുന്നത് എന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠതയാണ്, എന്റെ ദൈവത്തിന്റെ കരുണയാണ്, എന്റെ ദൈവത്തിന്റെ കരുണയാണ്. അതുകൊണ്ട് കർത്താവേ, എന്റെ കണ്ണിന്റെ മുമ്പിൽ വരുന്ന മറ്റു പലതിനെയും കണ്ടിട്ട് എന്റെ ദൈവത്തിന്റെ ശ്രേഷ്ഠത ഞാൻ മറന്നുപോയല്ല. എന്റെ കണ്ണിന്റെ മുമ്പിൽ എന്തെല്ലാം ശ്രേഷ്ഠമായിട്ട് വന്നാലും അതിലും മികച്ചതാണ് എന്റെ ദൈവമെന്ന് ആത്മാവിൽ കണ്ട് മുന്നോട്ട് പോകുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം. ഇതാണ് ഈ സങ്കീർത്തനം നമുക്ക് നൽകി തരുന്ന ആത്മീയ ചിന്ത. നമ്മുടെ ചിന്താഗതികളെ മാറ്റിക്കളയുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കളയുന്ന, നമ്മുടെ ദർശനങ്ങളെ മാറ്റിക്കളയുന്ന വലിപ്പവും മനോഹരമേറിയ പലതും നമ്മുടെ മുമ്പിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ യാത്രകളിൽ വരാം, തനിയിരിക്കുമ്പോൾ വരാം, നമ്മുടെ ജോലിയോടുള്ള ബന്ധത്തിൽ വരാം. ജീവിതം എന്ന് പറയുന്ന യാത്രയാണല്ലോ. ഈ ജീവിത യാത്രയിലായിരിക്കുമ്പോൾ ആ ദൈവിക ചിന്താഗതികൾ നമ്മെ മാറ്റുന്ന മനോഹരമേറിയ തേജസ്സേറിയ പലതും വരും. പക്ഷെ അവിടെയെല്ലാം നമ്മുടെ ഉള്ളിൽ നമുക്ക് പറയാനായിട്ട് കഴിയണം: ഇതൊന്നുമല്ല വലുത്, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ് എനിക്ക് വലുത്. എത്ര പേർക്ക് ഹല്ലേലൂയ പറയാൻ കഴിയും? എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും? ദൈവത്തിന്റെ സ്ഥാനം ഇന്ന് ഭൂമിയിൽ കാണുന്നതെല്ലാം കുറെ കാലത്തേക്ക് മാത്രം ശാശ്വതമെന്ന് പറയാനായിട്ട് കഴിയും. എന്നാൽ നിത്യമായ ശാശ്വതമായിട്ടുള്ളത് എന്റെ ദൈവത്തിന്റെ സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തെ ഓർത്ത് എപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. സ്തോത്രം. ഇനി മറ്റൊരാത്മീയ ചിന്ത. പർവ്വതത്തിന്റെ ശാശ്വതമായ സാഹചര്യം പോലെ ഒരിക്കലും മാറുകയില്ല എന്ന് നമ്മൾ കണക്കൂട്ടിയ പലതും അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ട് മാറിപ്പോകാം. തേജസ് കുറയാം, അതിന്റെ തിളക്കം കുറയാം, അതിന്റെ മനോഹാരിത കുറയാം. പക്ഷെ ഓർക്കേണ്ട കാര്യം, നിരാശപ്പെട്ടു പോകാതെ നമുക്ക് പറയാനായിട്ട് കഴിയണം: ഇവിടെ കാണുന്നതെല്ലാം മാറിയാലും എന്റെ ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ല. ദൈവത്തിന്റെ വചനത്തിന് ഒരിക്കലും മാറ്റമില്ലത് കൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തെ നമുക്ക് ഏറ്റു പറയുവാൻ കഴിയണം. ഞാൻ ആ വാക്യം ഒരിക്കലും കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. ദൈവമേ, ശാശ്വത പർവ്വതങ്ങളെക്കാളും ദൈവമേ, നീ തേജസ്സും മഹിമയും ഉള്ളവനാകുന്നു. ഒറ്റ ചിത്രം കൂടെ പറയട്ടെ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, പുതിയ യെരൂശലേമിനെ കാണിച്ചു കൊടുക്കുന്നത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? ഉയർന്ന മലയിൽ വെച്ചാണ്. ഏറ്റവും ഉയരമുള്ള ഒരു മലയിൽ വെച്ചാണ് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പുതിയ യെരൂശലേമിനെ കുറിച്ചുള്ള ഒരു നല്ല വിശദീകരണമുണ്ട്. അതിന്റെ ജ്യോതിസ്, അതിന്റെ തേജസ് ഏറ്റവും ശ്രേഷ്ഠകരമാണ്. ഇനി ഒന്നുകൂടി ചിന്തിച്ചാൽ
പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: കുഞ്ഞാടതിന്റെ വിളക്കാണ്. യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ടല്ല പുതിയൊരു ശരീരം തിളക്കമുള്ളതായി തീരുന്നത്. യേശുക്രിസ്തു നിമിത്തമാണ് പുതിയൊരു ശരീരം തിളക്കമുള്ളതായി തീരുന്നത്. ഹല്ലേലൂയ. അപ്പൊ യോഹന്നാനെ ദൂതൻ കാണിച്ചു കൊടുത്ത ഉയർന്ന ഒരു വൻമലയ്ക്കല്ല അവിടെ സവിശേഷത കാണാൻ കഴിയുന്നത്. ഇറങ്ങി വരുന്ന യേശുക്രിസ്തുവിന്റെ ദിവ്യ പ്രകാശത്താൽ പ്രകാശിക്കുന്ന പുതിയൊരു ശരീരമാണ് ഇന്ന് ആലയത്തിൽ ആരാധിക്കാൻ വന്നിരിക്കുന്ന ദൈവമക്കൾ. ഓർക്കുക, ആ തേജസ്സേറിയ നഗരത്തിന് വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചത്. അതിൽ അധിവസിക്കുവാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും നമ്മെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ബോധ്യമുള്ള ദൈവമക്കൾക്കാണ് സ്തോത്രം ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ പ്രവാസ ജീവിത യാത്രയിൽ ഈ വിധ ആത്മീയ ദർശനത്തോടുകൂടെ നമ്മുടെ കർത്താവിനെ കുറിച്ചുള്ള ഉയർന്ന ചിന്താഗതികൾ പ്രാവശ്യം മുന്നോട്ട് പോകുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും